മാസ്റ്ററുടെ ആദ്യ പ്രതികരണം. ഓവർ ടു യു. പ്രജിൻ, അതെ, നമുക്ക് നേരിട്ട് മാസ്റ്ററിലേക്ക് തന്നെ പോവാം. പക്ഷേ ആദ്യ പ്രതികരണം എന്താണ് ഇതിലുള്ള? ആദ്യ പ്രതികരണം എന്ന് പറഞ്ഞാൽ മനസ്സ് നിറഞ്ഞ സന്തോഷം. ഒരു സിനിമാ പാട്ടുകാരനാക്കിയിട്ട് സെലക്ട് ചെയ്തു എന്നുള്ളത് മനസ്സാവാതെ ചിന്തിക്കാത്ത കാര്യമാണ്. കാരണം വർഷങ്ങൾക്ക് മുൻപ് ഒരു പാട്ടുകാരനാകാൻ ആഗ്രഹിച്ചു പോയ എനിക്ക് ഈ വയസ്സാം കാലത്ത് ഈ സമയത്താണ് ഒരു അംഗീകാരം വരുന്നത്. എന്നൊരു പാട്ടുകാരനായിട്ട് അംഗീകരിക്കുന്നത് പൊതുജനം അംഗീകരിച്ചു. പക്ഷേ ഒരു പാട്ടുകാരനായിട്ടല്ല, സംഗീത സംവിധായകനായിട്ട് ആൾക്കാരുടെ ഉള്ളിൽ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു പാട്ടുകാരനായിട്ട് സംഗീത സംവിധായകനല്ല. രണ്ടുപേരും പാടുമോ? എന്ത് പാട്ട് പാടാനും കുഴപ്പമില്ല. പാട്ടുകാരനാകാൻ ആഗ്രഹിച്ചു പോയതാണല്ലോ. ഇതിൻ്റെ ഒരു രണ്ടുപേരും അതൊന്നും എനിക്കറിയില്ല. ഇപ്പോൾ ഏത് പാട്ടിനൊന്നും എനിക്കറിയില്ല. ഇപ്പോൾ ഈ പാട്ടിൻ്റെ വരി അറിയില്ല, ഏതാ പാട്ടൊന്നും എനിക്കറിയില്ല. അത് പാടിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞു, പിന്നെ വേറെ തുടങ്ങി വേറെയാണ്. ഒന്നും അന്വേഷിച്ച് പുറകെ പോകാറില്ല. ഗായകനായി ഇന്നുവരെ അറിയപ്പെട്ടിരുന്നില്ല. ഇല്ല, ഗായകനായിട്ട് പൊതുജനങ്ങൾക്ക് ഞാൻ പാടും, സംഗീത സംവിധാനം ഗായകനെന്ന് പറയാറുണ്ട്. അത് എത്ര കണ്ട് ജനങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് ഈ അംഗീകാരം വന്നപ്പോൾ ഒക്കെ എല്ലാവർക്കും അതിന് പാടൂലേ എന്ന് തോന്നിയിട്ടുണ്ടോ? ഇത്രേ ഉള്ളൂ. പലപ്പോഴും മാസ്റ്റർ എന്ന് പറഞ്ഞതുപോലെ ഈ സംഗീത സംവിധായകൻ എന്ന നിലയിൽ തിളങ്ങിയതുകൊണ്ടാണ് അവിടെ നിന്നൊരു ഗായകനിലേക്ക് എത്തുകയാണ്, അംഗീകാരത്തിലേക്ക് എത്തുക. ആ പാട്ടുണ്ടാക്കുന്ന കാര്യത്തിൽ നമ്മൾ ഒരുപാട് കാലങ്ങളായിട്ട് അതിൻ്റെ പുറകിലാണ്. ഇഷ്ടപ്പെട്ട പാട്ടുകളും വളരെ മാറ്റി നിർത്തപ്പെട്ട പാട്ടുകളും ഒക്കെ എൻ്റെ പാട്ടുകളുണ്ട് കുറേ. അത് വലിയൊരു അനുഗ്രഹം. അത് ഭാസ്കരൻ മാഷും വയലാറിൻ്റെ പാട്ട് പാടി തുടങ്ങിയിട്ട് രംഗത്തേക്ക് വന്നു എന്നുള്ള സന്തോഷം, ആ ബ്ലെസ്സിംഗ് ഒക്കെ എനിക്കുണ്ടെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ജീവിക്കുന്ന ആളാണ്. അപ്പം ഒരു പാട്ടിൻ്റെ രണ്ടുപേരും പാടും. അങ്ങനെ അതിപ്പോൾ എന്ത് പറഞ്ഞാലും കൽപ്പാതകാലല്ലേ പറയാ. ആൾക്കാരെ എന്നെ കൽപ്പാതകാലത്ത് കെട്ടിയിട്ടിരിക്കുക. ഒന്ന് പാടി എന്നാൽ അത് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് രണ്ടുപേരും. എങ്ങനെ കുട്ടീനിപ്പോൾ ആ പാട്ട് എല്ലാവർക്കും അറിയുന്നല്ലേ. കൽപ്പാന്തകാലത്തോളം കാതരേ നീയൻ മുന്നിൽ ഹാരവുമായി നിൽക്കും, കല്യാണരൂപനാകും കണ്ണൻ്റെ കരളിനെ കവർന്ന രാധികയെപ്പോലെ, കവർന്ന രാധികയെ